വഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച പ്രതി ബെയിലിൻ ദാസിന് ജാമ്യമില്ല. പ്രതിയെ 14 ദിവസത്തേക്ക് വഞ്ചിയൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. വൈദ്യപരിശോധന പൂർത്തിയാക്കി ഉച്ചയോടെ പ്രതിയെ പൂജപ്പുര ജയിലിൽ എത്തിച്ചു. പ്രതിയുടെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. കുറ്റകൃത്യത്തിന്റെ ആഴം കോടതിക്ക് ബോധ്യമായെന്ന് അഡ്വക്കേറ്റ് ശ്യാമിലി പ്രതികരിച്ചു. തന്റെ കക്ഷികൾക്ക് വേണ്ടി അഭിഭാഷക കുപ്പായമണിഞ്ഞ് വാദിക്കുന്ന അതേ കോടതിയിൽ പ്രതിയായി അഡ്വക്കേറ്റ് ബെയിലിൻ ദാസ്. ഗൗരവമുള്ള കുറ്റത്തിൽ ജാമ്യം നൽകരുതെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ച ഈ മാസം 27 വരെ റിമാൻഡിൽ. യുവ അഭിഭാഷക പ്രകോപനമുണ്ടാക്കി മർദ്ദിച്ചെന്നും മുഖത്ത് പരിക്കേറ്റെന്നും കോടതിയിൽ ബെയിലിൻ ദാസിന്റെ വാദം. പ്രതിഭാഗം നിരത്തിയ ആ വാദങ്ങളെല്ലാം കോടതി തള്ളി. ഇനി ബെയിലിൻ ദാസിന് മുന്നിലുള്ളത് നാളെ കോടതി പരിഗണിക്കാനിരിക്കുന്ന ജാമ്യ ഹർജി. ക്രൂരമർദ്ദനമുണ്ടാക്കിയ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് അഭിഭാഷക ഇനിയും മോചിതയായിട്ടില്ല. പ്രതിഭാഗത്തിന്റെ വാദങ്ങളിൽ കഴമ്പില്ലെന്നായിരുന്നു അഡ്വക്കേറ്റ് ശ്യാമിലിയുടെ ആദ്യ പ്രതികരണം. കുറ്റകൃത്യത്തിന്റെ ആഴം കോടതിക്ക് ബോധ്യമായെന്നും അഡ്വക്കേറ്റ് ശ്യാമിലി. തീർച്ചയായും നീതി കിട്ടിയെന്ന് തന്നെയാണ് കരുതുന്നത്. കോടതിക്കും ഇത് മനസ്സിലായി, ക്രൈമിൻ്റെ ഗ്രേവിറ്റി മനസ്സിലായി. കോടതി ഇങ്ങനെ റിമാൻഡ് ചെയ്തതിൽ നീതിയുക്തമായിട്ടുള്ള ഒരു തീരുമാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, കോടതി എന്ത് തീരുമാനം എടുത്താലും അതിൽ ഞാൻ പൂർണ്ണ സംതൃപ്തിയായിരിക്കും. ബെയിലിൻ ദാസ് കസ്റ്റഡിയിലായി ഇന്നലെ രാത്രി തന്നെ കോടതിയിൽ ഹാജരാക്കി ജാമ്യം നേടാനായിരുന്നു പ്രതിഭാഗത്തിന്റെ നീക്കം. എന്നാൽ പൊതുസമൂഹം ചർച്ച ചെയ്ത സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പോലീസും സർക്കാരും ഇരയ്ക്കൊപ്പം നിന്നു. MG പ്രതീഷ്, 24, തിരുവനന്തപുരം.